ടോമിൻ ജെ തച്ചങ്കരി KSRTC MD ആയിരുന്ന കാലത്ത് കൃത്യമായി ലഭിച്ചിരുന്ന ശമ്പളം KSRTCയിൽ വീണ്ടും മുടങ്ങുകയാണ്. കഴിഞ്ഞ മാസം 3 ദിവസമാണ് വൈകിയതെങ്കിൽ ഈ മാസം അടുത്ത 10-ാം തീയതിയെങ്കിലും ആകാതെ ശമ്പളം ലഭിക്കില്ലെന്നാണ് സൂചന. ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മെക്കാനിക്കുകൾ എന്നിവർക്ക് 13,000 രൂപ മാത്രമാണ് ഇന്നലെ ശമ്പളം നൽകിയത്. അതായത് ലഭിക്കേണ്ട ശമ്പളത്തിന്റെ 30% മാത്രം. ഓഫീസർ കേഡറിലുള്ളവർക്ക് 1 രൂപ പോലും ശമ്പളം കിട്ടിയതുമില്ല. തച്ചങ്കരി മാറ്റപ്പെട്ട മാസം സർക്കാർ സഹായമോ ബാങ്ക് ലോണോ എടുക്കാതെ KSRTCയുടെ സ്വന്തം കളക്ഷനിൽ നിന്നായിരുന്നു 90 കോടിയോളം വരുന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകിയത്. എന്നാൽ ഈ മാസം ഇതുവരെ 28 കോടി രൂപ സ്വയം സമാഹരിക്കാനേ കോർപ്പറേഷന് കഴിഞ്ഞിട്ടുള്ളൂ. സർക്കാർ സഹായം ഇതുവരെ ലഭ്യമായിട്ടില്ല. മുൻ MD സ്വയം തുക കണ്ടെത്തിയെങ്കിൽ ഇപ്പോഴെന്തുകൊണ്ടാണ് അതിനു കഴിയാത്തതെന്നാണ് ധനവകുപ്പിന്റെ ചോദ്യം. സാമ്പത്തിക സഹായം നൽകാൻ സർക്കാരിന്റെ കയ്യിൽ പൈസയുമില്ല. 10-ാം തീയതിയോടുകൂടി ലോട്ടറിയിൽ നിന്നുള്ള വരുമാനവും കേന്ദ്ര GST വിഹിതവും ലഭിച്ചാൽ കൂടി 20 കോടി രൂപയെ സർക്കാർ ധനസഹായം ലഭിക്കൂ. ആ തുക കൂടി ലഭിച്ചാലും പിന്നെയും 43 കോടി രൂപയുടെ കുറവ് ശമ്പളം നൽകാനുണ്ടാകും. കഴിഞ്ഞ മാസം ശമ്പളം നൽകാൻ IOCയിൽ അവസാന ദിവസങ്ങളിൽ കടം പറഞ്ഞ തുക ഇതുവരെ നൽകാത്തതിനാൽ ഈ മാസാവസാനം ഡീസൽ കടം നൽകാനാവില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ടയർ കമ്പനികൾ, റീട്രേഡിംഗ്, റബ്ബർ, സ്പെയർ പാർട്സ്, ഓയിൽ വിതരണക്കാർ തുടങ്ങി എല്ലാവർക്കും കോടികളുടെ കുടിശ്ശിക നൽകാത്തതിനാൽ അവരും സപ്ലൈ നിർത്തുകയാണ്. ടാറ്റ, ലെയ്ലാൻഡ് എന്നിവരും പണം ലഭിക്കാത്തതിനാൽ പാർട്സ് നൽകുന്നത് പൂർണ്ണമായും നിർത്തിയിരിക്കുകയാണ്. JK ടയേഴ്സിന് 15 കോടി നൽകാത്തതിനാൽ അവരിപ്പോൾ ടയറും നൽകുന്നില്ല. ടയർ ക്ഷാമം മൂലം അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വണ്ടികൾ കട്ടപ്പുറത്താവും. ഏതാണ്ട് 1400ഓളം ബസ്സുകൾ ഇക്കാരണങ്ങളാൽ കട്ടപ്പുറത്താണെന്നാണ് വിവരം. തച്ചങ്കരിയുടെ കാലത്തേക്കാൾ 1 കോടി രൂപയുടെ വരുമാനക്കുറവാണ് ദിവസവും KSRTCയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശമ്പളം മുടങ്ങിയതിൽ തൊഴിലാളികളുടെ ഇടയിൽ യൂണിയനുകളോട് വലിയ അമർഷമുണ്ട്, പ്രത്യേകിച്ച് CITUവിനോട്. എന്നാൽ അവരെ ഭയന്നാണ് പുറത്ത് പരസ്യമായി പ്രതികരിക്കാൻ ജീവനക്കാർ തയ്യാറാകാത്തത്. നയങ്ങൾ CITU തീരുമാനിക്കുകയും തുടർന്ന് MD പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നാണ് ആക്ഷേപം. തച്ചങ്കരിയുടെ കാലത്ത് കൺസോർഷ്യവും നിരക്കുവർധനവും വന്നതുകൊണ്ടാണ് ശമ്പളം നൽകാൻ കഴിഞ്ഞതെന്നായിരുന്നു അവരുടെ വാദം. എന്നാൽ അതൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിലും ശമ്പളം എന്തുകൊണ്ട് നൽകാൻ കഴിയുന്നില്ല എന്ന് ജീവനക്കാരും ചോദിക്കുന്നു. 1500 കോടിയോളം രൂപ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ മേൽ നികുതിയായി അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഈ കോർപ്പറേഷനെ കൊണ്ട് ലാഭമുണ്ടാക്കുന്നത് 1000-ൽ താഴെ വരുന്ന യൂണിയൻ നേതാക്കൾ മാത്രമാണെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. ഏതായാലും തച്ചങ്കരിയെ തിരിച്ചു വിളിക്കൂ, KSRTCയെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായി സമരരംഗത്തിറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു വിഭാഗം തൊഴിലാളികൾ.